ഹലോ ഗായ്സ്, നമ്മളെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടിയും സ്വാഗതം ഗായ്സ്. അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗായ്സ്. ഇന്ന് നമ്മൾ ഗെയിംസിൽ ഗായ്സ് നമ്മൾ വീഡിയോ കാണുകയാണ് ഗായ്സ്. മിസ്റ്റർ ബീസ്റ്റിൻ്റെ വീഡിയോ ആണ് ഗായ്സ് നമ്മൾ കാണുന്നത്. മിസ്റ്റർ ബീസ്റ്റ് അപ്പോൾ ഗായ്സ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാം ഗൈസ്. മിസ്റ്റർ ബീസ്റ്റ് ഇതേപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്ത് 477 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. അപ്പം നമുക്ക് ഒരു ചലഞ്ചിൻ്റെ ഒരു വീഡിയോ ആയിട്ട് തുടങ്ങാം. അപ്പോൾ ഗൈസ്, survey. We are trapped inside of this room. And at the end, if we can't kill the Ender Dragon, we must take a bath in mustard. What? That's disgusting. Let's do it, boys. Oh my God. We are stranded on this island, and we need a way to make more blocks. മലയാളം കാണാം ഗൈസ്. അത് ശരിക്കത്തെ മലയാളം അല്ല ഗൈസ്, ശരിക്കല്ല ഗൈസ്, അതൊരു എഡിറ്റിംഗ് ആണ് ഗൈസ് മലയാളം. അപ്പോൾ ഗൈസ് നമുക്ക് ഏതായാലും മലയാളം കാണാം. സബ്സ്ക്രൈബ്ഡ് അല്ല നമ്മൾ ചെയ്തതിന്. അപ്പം നമുക്ക് കാണാം. ഈ വീഡിയോയിൽ ഞങ്ങൾ $2.5 ലക്ഷം അവധിക്കാലം ആഘോഷിക്കാൻ പോകുന്നതാണ്. ഇതും അതുപോലെ തന്നെ 1 ലക്ഷത്തിന്റെ പ്രസിഡൻഷ്യൽ വെക്കേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. $50,000 അവധിക്കാലം ഈഫൽ ടവറിലാണ് പോകുന്നത്. അവിടെ പൂർണ്ണമായി നമുക്കുള്ളതാണ്. ഞാൻ എന്റെ ജീവിതം മുഴുവൻ പിടിക്കുകയാണ്. ഈ വഴിയെ പോവുകയാണെങ്കിൽ $1 അവധിക്കാലമാണ്. ഇവിടെയാണ് ബോയ്സ്, ഈ ഷെഡിലാണ് നമ്മുടെ വെക്കേഷൻ. അതെ, ഇവിടെ ഭിത്തികളില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് തോന്നുന്നു. ഇത് നോക്കൂ, ഇത് $1 $1 എന്തൊക്കെയുണ്ടെന്ന് ഞാൻ റൗണ്ട് നോക്കിയാണ്. $1 ഞങ്ങൾക്കൊരു കിടക്ക ലഭിക്കും. അതായത് മരപ്പലകളിൽ സത്യസന്ധമായി ഒരു മെത്ത മാത്രം ഇരിക്കുന്നു. ലൈറ്റ് കണ്ടില്ലേ? പിന്നെ ഇതൊന്നും കൂടാതെ റൂഫിൽ നിന്ന് ചില ശബ്ദങ്ങളും കേൾക്കാമായിരുന്നു. ഞാൻ ഈ റൂമിലെ ശബ്ദം ശ്രദ്ധിക്കുകയായിരുന്നു. അവിടെ ആ മേൽക്കൂരയിൽ ഒരു ആക്ടറുണ്ട്. ഹോട്ടലുകളിൽ ഒരു ആക്ടർ ഉണ്ടെങ്കിൽ മിക്ക ആളുകൾക്കും ഭ്രാന്തി പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഞങ്ങൾ ഇപ്പോൾ ഹാപ്പിയാണ്. നാളെ ഓർമ്മിക്കുക, ഈ വീഡിയോയിൽ നിന്നും നാളെ ഞങ്ങൾ $1 ലക്ഷം അതുപോലെ $2 ലക്ഷം അവധിക്കാലം ആഘോഷിക്കാൻ പോവുകയാണ്. ഇല്ല, കാരണം നമ്മൾ കഷ്ടപ്പെടണം. ആ കഷ്ടപ്പാടുകൾ അവർ മനസ്സിലാക്കുകയാണ്. നമുക്ക് 4 കിടക്കുകൾ കിട്ടുന്നത് $4. ഈ സമയം നല്ല ധൈര്യമുള്ളതിനെ പോലെ അഭിനയിക്കാം. അടുത്ത് നമ്മൾ പോകുന്നത് 14 മിനിറ്റ് ചിലവുള്ള അവധിക്കാലം ആഘോഷിക്കാനാണ്. എല്ലാവർക്കും $16 നൈറ്റ് വെക്കേഷനിലേക്ക് സ്വാഗതം. ഒരു പുറത്ത് വേറെ ഇതൊരു സിനിമ രംഗം പോലെ തോന്നുന്നില്ലേ? നിങ്ങൾ നിങ്ങളുടെ ഹോട്ടലിന് പുറത്തേക്ക് നടന്നു കഴിഞ്ഞാൽ പിന്നെ ബീച്ചാണ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കറിയില്ല. ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു അവധിക്കാലമാണ്. അതിനാൽ ഒരു വലിയ സ്പായുമുണ്ട്. അരയന്നങ്ങളുള്ള ഒരു പാർക്ക്. പിന്നെ അൺലിമിറ്റഡ് റൂം സർവീസ്. ഈ സ്ഥലത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റൂമില്ല എന്നതാണ്. പക്ഷെ അവർ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. പിന്നെ അൺലിമിറ്റഡ് റൂം സർവീസ്. ഈ സ്ഥലത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റാക്കോൺ ഇല്ല എന്നതാണ്. പക്ഷെ അവർ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. എല്ലാം ഉൾക്കൊള്ളുന്ന ഈ റിസോർട്ടിൽ $16 ചെലവാക്കുമ്പോൾ ഞങ്ങൾ ഓരോരുത്തർക്കും കെട്ടിടത്തിന്റെ സ്വന്തം നില ലഭിക്കുന്നു. ഇത് ശരിക്കും ജിമ്മിയുടെ പോലെ തോന്നുന്നുണ്ട്. എനിക്ക് മുകളിലത്തെ നിലയിലാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഊഞ്ഞാൽ കിട്ടി. അനയാതെ ഊഞ്ഞാലിൽ കയറി കിടക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ കയറി. ഞാൻ പിടിച്ചു. ഓക്കെ, ഞാൻ ചില നിയമങ്ങൾ പറയാം. റൂൾ നമ്പർ 1, എന്റെ കുളത്തിലേക്ക് ഇനി തലയിണകൾ എറിയരുത്. റൂൾ നമ്പർ 2, സോറി താരിഖ്, ഇപ്പോൾ എന്താണ് ഹോട്ടലിൽ നടക്കുന്നത് നോക്കാം. ഇത് ഞങ്ങളുടെ പേഴ്സണൽ ബീച്ചിൽ നിന്നും വേർതിരിച്ച ഒരു വലിയ ഇൻഫിനിറ്റി പൂളാണ്. എങ്ങനെയാണ് വെള്ളം മുകളിൽ നിന്നും ഓവർഫ്ലോ ചെയ്യാത്തത്? എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എനിക്കിപ്പോൾ തോന്നുന്നത് എന്താണെന്നാൽ അവധിക്കാലത്ത് കുട്ടികളെ പൂളിൽ കൊണ്ടുപോയി അവർ കുളത്തിൽ നീന്തി കളിക്കുന്നത് നോക്കി നിൽക്കുന്ന പിതാവിനെ പോലെയാണ് ഞാനെന്നാണ്. $16 വെക്കേഷൻ വളരെ രസകരമായിരുന്നു. എന്നാൽ അടുത്ത വെക്കേഷൻ ഞങ്ങൾ ആസ്വദിക്കാൻ പോകുന്നത് ഈ ഭൂമിയെ ചുറ്റിയാണ്.
ഞങ്ങൾ ഇപ്പോൾ പാരീസിൽ $50,000 വെക്കേഷൻ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ $50,000 വെക്കേഷൻ ആരംഭിക്കുന്നത് കംപ്ലീറ്റ്ലി പ്രൈവറ്റ് ആയിട്ടുള്ള ആഡംബര കപ്പലിലാണ്. ഇതെന്താണ്? ഇത് എഞ്ചിനാണല്ലോ. എന്താ ബ്രോ ഇത്? 1805. സൂം ചെയ്യോ? അയാൾ സിനിമക്കാരനാണ്. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ടോ? അവൻ ഇംഗ്ലീഷ് അറിയില്ലെന്ന് തോന്നുന്നു. ഈ വെക്കേഷനിൽ അതിമനോഹരമായ ഭക്ഷണങ്ങളുണ്ട്. ഈ നഗരം മുഴുവൻ ഒരു യാത്ര. ഓ ശരിയാണ്. പിന്നെ അതിശയകരമായ ഒരു ലക്ഷറി ഹോട്ടൽ മുറിയും. ഇവിടുത്തെ കാഴ്ച അതിമനോഹരമാണ്. അതെ, നീയും ചാനലും കൂടി ചുമ്പിച്ചോളൂ. അവസാനമായി നിങ്ങൾക്ക് വളരെ ചെറിയ ഒരു സർപ്രൈസ് ഉണ്ട്. അതെന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ആശ്ചര്യപ്പെടും. ഇത് $50,000 വെക്കേഷൻ ആണ്. ഇതുവരെ നിങ്ങൾ $50,000 പോലും ചെലവാക്കിയിട്ടില്ല. അത് നിങ്ങളുടെ പിന്നിലുണ്ട്. അതെ, നമുക്കിപ്പോൾ ഈഫൽ ടവർ മുഴുവനായും ആസ്വദിക്കാൻ സാധിക്കും. അതെ, അതായത് എല്ലാ ഭാഗവും. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഈഫൽ ടവറിലാണ്. അല്ല, ഞാൻ തമാശ പറയല്ല. ഇത് നമ്മുടെയാണ്. ഇവിടെ മറ്റാരുമില്ല. വാ, നമുക്ക് ഈ ലൈനിലൂടെ നേരെ പോകാം. ഈ സ്ഥലം മിക്കപ്പോഴും ആളുകളെ നിറഞ്ഞിരിക്കും. എന്നാൽ ഞങ്ങൾക്ക് ഇവിടെ പൂർണ്ണമായും ഉള്ളതിനാൽ ഞങ്ങൾ ടവറിന്റെ ഏറ്റവും മുകളിൽ എത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഞാൻ സംസാരിക്കുന്നത് ടവറിന്റെ മുകളിൽ എത്തിയതിനു ശേഷമായിരിക്കും. ബോയ്സ്, നമുക്കിത് തല ഉയർത്തി തന്നെ കളിക്കാം. കയറുന്ന വഴിയിൽ തന്നെ 1-ാം നിലയിലെത്തി. ഈ നിലയ്ക്ക് 187 അടി ഉയരമാണുള്ളത്. അവിടെ ഞങ്ങൾക്ക് ലോകോത്തര നിലവാരമുള്ള റെസ്റ്റോറന്റും ഉണ്ടായിരുന്നു. എനിക്കിത് ഇഷ്ടമായി. ഈഫൽ ടവർ പൂർണ്ണമായും ഞങ്ങൾക്കുള്ളതാണെങ്കിലും അവർ ഞങ്ങളെ ഒരു മൂലയ്ക്ക് കളഞ്ഞു. അതായത് ഈ ടവറിന്റെ മുകളിൽ നിന്നും വരുന്ന ലിഫ്റ്റ്. ഇത് കാണുമ്പോൾ ഭയം തോന്നുന്നു. ഇതൊന്ന് തുറക്കൂ. താങ്ക് യു. ഇവിടെ നിന്ന് നോക്കിയാൽ എന്റെ വീട് കാണാം. നോക്കിയാൽ ഈ ഹോട്ടൽ കാണാം. നമ്മൾ എത്ര ഉയരത്തിലാണെന്ന്. എന്താണ് ഇവിടെ പ്രവർത്തിക്കുന്നത്? എന്റെ ദൈവമേ, അങ്ങോട്ട് നോക്കൂ. നമ്മൾ എത്ര ഉയരത്തിലാണ് പോകുന്നത്? കള്ളം പറഞ്ഞല്ല, ഞാൻ കരുതി ഞങ്ങൾ വളരെ പെട്ടെന്ന് മുകളിലെത്തുന്നു. ഇപ്പോൾ ഞങ്ങൾ മുകളിലെത്തും. ഒരിക്കലും ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് ആയിരുന്നു. വേണ്ട, അടങ്ങിയിരിക്കും. ബോയ്സ്, എന്നെ ഫോളോ ചെയ്യൂ. ഇവിടെ നിന്ന് ഇനി പുറത്തേക്ക് പോകാൻ കഴിയില്ല. ലിഫ്റ്റ് ഇവിടെ വരെ ഉള്ളൂ. ഓ, ഇവിടെ നല്ല കാറ്റാണല്ലോ. ക്യാമറ കയ്യിൽ പോകരുത്. ഞങ്ങൾ 900 അടി ഉയരത്തിൽ വായുവിലാണ് നിൽക്കുന്നത്. ഇതാണ് ഏറ്റവും ഉയരം കൂടിയ ഭാഗം. സാധാരണക്കാർക്ക് ഇവിടം വരെ പ്രവേശനമുള്ളൂ. എന്നാൽ ഇന്നത്തെ രാത്രി നിങ്ങളുടെ ആയതിനാൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് തരാനുണ്ട്. ആക്ച്വലി അത് നിനക്കെന്നറിയാം. അതെ, ശരിയാണ്. കൂടുതലും പടികളാണ്. എന്നാൽ ആരെയും കയറാൻ അനുവദിക്കാതെ ഏറ്റവും മുകളിൽ ഞാൻ നിങ്ങളെ എത്തിക്കുന്നു. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ് ബ്രോ, എനിക്കറിയില്ല. ഓ, ഇത് ഭയങ്കരമാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഇതിന്റെ അരഭാഗം വരെയുണ്ട്. ഞാൻ എന്റെ ജീവൻ മുറുകെ പിടിക്കുകയാണ്. നഗരത്തിന്റെ മറുഭാഗത്ത് ഞങ്ങളുടെ ക്യാമറമാൻ ലെൻസ് സൂം ചെയ്ത് ഞങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. അവൻ 1 മൈലിലധികം ദൂരെയാണ്. ഈ ലെൻസ് അനുയോജ്യമായതാണെങ്കിൽ $50,000 ഈ ട്രിപ്പ് ഒരു മുതലാണ്. കാണുന്നില്ലല്ലേ? ഇതുവരെയുള്ള ഏറ്റവും നല്ല നിമിഷത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറാണോ? ഒരു യൂട്യൂബിന് ഇത്ര പവറുണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്നാൽ ലൈറ്റ്സ് ഓഫ്. അപ്പോൾ നമുക്ക് പോകാം. സുഹൃത്തുക്കളെ, അടുത്ത കമാൻഡ് പ്രവർത്തിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ എല്ലാ ലൈറ്റുകളും ഓഫ് ആവുകയാണ്. ലൈറ്റ്സ് ഓഫ്. ഇവിടെ ആകെ മൊത്തം ഇരുണ്ടല്ലോ. ഇപ്പോൾ ഈഫൽ ടവർ മുഴുവൻ ഇരുട്ടായി. ഇപ്പോൾ ഇവിടെയുള്ള ലക്ഷക്കണക്കിന് ഫ്രഞ്ചുകാർ എന്തായിരിക്കും ചിന്തിക്കുന്നത്? അവരെല്ലാം ഈ ടവറിൽ നിന്നും പുറത്താക്കും. എന്തുകൊണ്ടാണ് ഇവരെനിക്ക് ഇത്രയും നിയന്ത്രണം നൽകിയതെന്ന് എനിക്ക് അറിയില്ല. അടുത്തതായി പാർട്ട് 2 കമ്മിങ് സൂൺ. ഇത് വരും ഗൈസ്. നമ്മളെ ചാനൽ വേണമെങ്കിൽ എല്ലാവരും കമൻ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.